അഭിഷേകമന്ന എന്ന വചന സദസ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ചിന്തിക്കാനുള്ള വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ യേശു കർത്താവിൻ്റെ കൂടെ 3.5 വർഷക്കാലം നടന്ന് യേശു പറഞ്ഞ സകല വചനങ്ങളും കേട്ട് അനുസരിച്ച് കടന്നുപോയ പത്രോസിന്റെ ജീവിതത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവത്തിലേക്കാണ് നമ്മെ കർത്താവ് കൊണ്ടുപോകാൻ ഇടവരുന്നത്. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞ് പഴയ വള്ളവും വലയും എടുത്ത് തിബിരിയോസ് എന്ന കടലിലേക്ക് കടന്നു പോകുമ്പോൾ പത്രോസിന്റെ ഉള്ളിൽ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ: ഇനി മീൻ പിടിച്ച് ജീവിക്കാമല്ലോ എന്ന് കരുതി. എന്നാൽ പത്രോസ് ആ കടലിനെ കുറിച്ച് ഒത്തിരി അറിവുള്ള പത്രോസ്, എവിടെ വലയിറക്കിയാൽ മീൻ കിട്ടുമെന്ന് പരിചയമുള്ള പത്രോസ് വലയിറക്കിയിട്ട് ഒരു മീനെ പോലും രാത്രി മുഴുവൻ വല ഇറക്കിയിട്ട് കിട്ടാത്ത പത്രോസ് വല കഴുകുവാൻ തുടങ്ങുമ്പോൾ പുലർച്ചെയായപ്പോൾ യേശു പത്രോസിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നു. 4-ാമത്തെ വചനഭാഗം, പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്ന് യേശു ആകുന്നുവെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലത്തുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. രാത്രി വീശിയിട്ട് ഒന്നും കിട്ടാത്തവർ യേശു പറഞ്ഞ വചനം കേട്ട്, വാക്ക് കേട്ട് അനുസരണയോടുകൂടെ വലയിറക്കിയപ്പോൾ ആ വല നിറയെ മത്സ്യത്തെ കിട്ടുവാൻ ഇടവന്നു. പ്രിയമുള്ളവരെ, യേശുവിനെ കൂടാതെ വലവീശാൻ പോയ പത്രോസിന് രാത്രി മുഴുവൻ വീശിയിട്ട് ഒന്നും കിട്ടാതെ വന്നപ്പോഴാണ് അവന്റെ ഒറ്റ വാക്കാൽ വലവീശാൻ ഇടവന്നത്. ആ വാക്കനുസരിച്ചു ആ വല നിറയെ മീനെ കിട്ടാൻ ഇടവന്നെങ്കിൽ, ഇവിടെ നമ്മൾ തിരിച്ചറിയണം, യേശു ക്രിസ്തുവിന്റെ വാക്ക് കേൾക്കാതെ സ്വന്തം ഇഷ്ടത്തിൽ പോയി നമ്മൾ എന്തെല്ലാം പ്രവർത്തിച്ചാലും നമ്മുടെ ജീവിതത്തിൽ അത് പരാജയമായിരിക്കും. നമ്മൾ പരാജയപ്പെട്ട് വിഷമിച്ച് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് കർത്താവ് നമ്മുടെ അടുക്കൽ ഏതെങ്കിലും പ്രാർത്ഥിക്കുന്ന മനുഷ്യനിലൂടെയോ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനുള്ള സമയമാകുമ്പോൾ ആരിലൂടെയെങ്കിലും വന്ന് നമ്മളോട് പറയാൻ ഇടവരുന്നത്. ആ കർത്താവിന്റെ വാക്ക് ആണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ അതുപോലെ അനുസരിക്കാൻ തുടങ്ങിയാൽ 3 കോടി രൂപ കടഭാരമായ മനുഷ്യന്റെ കടഭാരം ഒറ്റയടിക്കെന്ന പോലെ ദൈവം മാറ്റിക്കൊടുത്തെങ്കിൽ, കർത്താവിന്റെ വാക്ക് കേട്ട് അനുസരിക്കുമ്പോൾ കടമല്ല, ജീവിത പ്രശ്നമല്ല, കുടുംബത്തിന്റെ പ്രശ്നമല്ല, ഏത് സാഹചര്യത്തിൽ എന്തെല്ലാം വിഷമമുണ്ടോ അതെല്ലാം മാറ്റിത്തരാൻ കഴിയുന്നൊരു കർത്താവ് ഇതാ ഈ തിരുവചനത്തിൽ നമ്മോട് പറയുകയാണ്. എന്റെ വാക്ക് കേട്ട് അനുസരിച്ച് ചെയ്യുന്നവനൊക്കെയും പാറമേൽ ഉറപ്പുള്ള അടിസ്ഥാനത്തോട് ഭവനം പണിത ഒരു നല്ല ബുദ്ധിയുള്ള മനുഷ്യന് തുല്യനായിരിക്കും. പത്രോസ് അത് കേട്ടനുസരിച്ചപ്പോൾ അവന്റെ വല നിറഞ്ഞു. അടുത്തുള്ള ആളെയും കൂടെ വിളിച്ചു. കണ്ടോ, യേശുവിന്റെ വാക്ക് കേട്ടാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതത്തിന്റെ ഒരു വലിയ പ്രവൃത്തിയെ കാണാൻ കഴിയും. പ്രിയമുള്ളവരെ,
പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് മറ്റുള്ളവരെ വിളിച്ചറിയിക്കാൻ ഇടവരും. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ ഭവനത്തിലുണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും, വിഷമിക്കുന്ന ഘട്ടത്തിലും, ബിസിനസ് തകർന്നു കിടക്കുന്ന ഘട്ടത്തിലും, പറ്റിക്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു കിടക്കുന്ന സമയത്ത് കണ്ണുകൾ അടച്ച് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാതുകളിൽ ഒരു ശബ്ദം കേൾക്കും. കർത്താവ് പറയുവാണ്, നീ ഇത് ചെയ്യ്. യേശു പറഞ്ഞ വാക്ക് നമ്മൾ കേട്ടങ്ങ് ചെയ്താലുണ്ടല്ലോ, ഇത്രയും കാലം നമ്മൾ അധ്വാനിച്ചതുപോലെയല്ല കർത്താവിന്റെ വാക്ക് കേട്ട് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അവിടെ വലിയൊരു ദൈവപ്രവൃത്തി ഇറങ്ങും. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭയിലൊക്കെ ഇതുപോലെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് ഹൃദയം തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ. കർത്താവേ, നീ പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞാ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങളുടെ മധ്യേ ആ വഴി തുറന്ന്, വാതിൽ തുറന്ന് അത്ഭുതകരമായി എന്നെ കൊണ്ടുപോകുന്നത് അനേകർ കാണുമ്പോൾ, ഇന്നലെ വരെ പരാജിതനായ ഞാൻ ഇന്ന് വിജയശ്രീലാളിതനായ യേശുവിന്റെ കൂടെ നടക്കുന്നത് കാണുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ആളുകൾ ചോദിക്കുന്ന വിധത്തിലേക്ക് എന്നെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. അവനെ ആരാധിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് ആരാധിക്ക്. അവന്റെ നാമത്തെ വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്ക്. അവനോടുകൂടെ ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിക്ക്. കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.